കയ്യിലെ മുറിവ് ഉണങ്ങിയ മഹാത്ഭുതം ബാക്കി നിൽക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് വന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഖൂമൂ ലിസയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിന്നോളൂ. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാം സഅദ് തങ്ങളെ സ്നേഹത്തോടെ താഴെ ഇറക്കി ഒട്ടകപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ഒരു ഖൈമയിൽ, ഹബീബ് ഇരിക്കുന്ന ഖൈമയിലേക്ക് നോക്കിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങിവിടെ ടെന്റിൽ ഇരിക്കുകയും അള്ളാഹുവിന്റെ റസൂലായി ഞങ്ങളുടെ മുമ്പിൽ ജീവിക്കുകയും ചെയ്യുമ്പോ അങ്ങയുടെ തീരുമാനത്തിന്റെ മീതയാണോ എന്റെ തീരുമാനം? ഹുക്മീ നാഫിദുൻ അലാ മൻ ഫീ ഹാദാ. ഹബീബിനോടുള്ള അദബും ഹബീബിനോടുള്ള അച്ചടക്കവും ഹബീബിനോടുള്ള ബഹുമാനവും കാണിച്ചുകൊണ്ട് സഅദ് തങ്ങൾ ചോദിച്ചു, ഞാൻ തീരുമാനം പറഞ്ഞാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ജൂതന്മാർ. കാരണം ജൂതന്മാർ സഅദ് തങ്ങൾ മദീനയുടെ നേതാവായിരുന്നപ്പോൾ ഇസ്ലാമിന്റെ മുമ്പ് തന്നെ സഅദ് എന്നവരോടൊരു ടേംസിലാണ്, നല്ല ബന്ധത്തിലാണ്. അവർ വിചാരിച്ചു ബന്ദികളാക്കപ്പെട്ട ഈ ചതിയന്മാരെ സഅദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തുമെന്നാണ് അവർ വിചാരിച്ചത്. സഅദ് തങ്ങൾ ചോദിച്ചു, ജൂതന്മാരെ, ഈ ഖൈമയിൽ ഇരിക്കുന്ന ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന എന്റെ നേതാവിന്റെ കൽപ്പനയെക്കാളും വലുതാണോ എന്റെ കൽപ്പന? എന്റെ തീരുമാനമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഹബീബിന്റെ തീരുമാനം നോക്കാതെ. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ നഅം, എന്റെ തീരുമാനത്തിന് മീതയാണ് നിങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞോളൂ സഅദേ. ഈ ബന്ദികളാക്കപ്പെട്ട മുസ്ലിമീങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും കടന്നാക്രമണം ചെയ്ത ഈ ജൂതന്മാരെ എന്തു ചെയ്യണം? സഅദ് റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിച്ചില്ല. സഅദ് എന്നവർ പറഞ്ഞു, ഹുക്മീ ഫീഹിം, എന്റെ വിധി ഞാൻ പറയുന്നു നബിയേ, എന്റെ വിധി ഞാൻ പറയുകയാണ്. അൻ തുഖ്തല മുഖാതിലുഹും വതുസ്ബാ നിസാഉഹും വദറാരിഹിം വതുഖ്സമ അംവാലുഹും. ഇവരിൽ ആരൊക്കെയാണോ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് അവർ തിരിച്ചു കൊല്ലപ്പെടണം. അവരിലെ പെണ്ണുങ്ങളും കുട്ടികളും ക്യാപ്റ്റീവ്സുകളായി പിടിക്കപ്പെടണം. അവരുടെ സമ്പത്ത് വീതിക്കപ്പെടണം. ഇതാണ് എന്റെ തീരുമാനം. ജൂതന്മാർക്ക് ഒന്നും പറയാനില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം അതാണ്. അവർ പറഞ്ഞു ആദ്യമേ, സഅദ് എന്ത് പറയുന്നുവോ റളിയല്ലാഹു അൻഹു ഞങ്ങളത് സ്വീകരിക്കാം. സ്വീകരിച്ചു. ജൂതന്മാർക്കെതിരെയുള്ള ഒരു എക്സ്പെഡിഷനിൽ സഅദ് റളിയല്ലാഹു അൻഹു ഒരു മോഹം പറഞ്ഞു, റബ്ബേ, ഒരു അവസരം എനിക്ക് നൽകുമോ? അവസരം കിട്ടിയിരിക്കുകയാണ്. ഇനി എന്തിനു മുറിവ്? പിന്നെ രണ്ടാമത്തെ ഒരു ദുആ, അല്ലാഹുമ്മ ഫ്ജുർഹു അല്ലാഹുമ്മ ഫ്ജുർഹു ശൗഖൻ ഇലൈക റബ്ബേ, നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ശരീരത്തിലെ ഉണങ്ങിപ്പോയ മുറിവിൽ നിന്നും ഇനി ചോര വന്നോട്ടെ. ഞാൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അന്നൊരിക്കൽ ഞാൻ ചോദിച്ചത് ഈ ഒരു സന്ദർഭം വരെ എന്നെ മരിപ്പിക്കല്ലേ എന്നാണ്. ആ സന്ദർഭം കിട്ടിക്കഴിഞ്ഞു. അല്ലാഹുവേ, ഇനി ചോര വന്നോട്ടെ. അല്ലാഹുമ്മ ഫ്ജുർ, ഇനി വന്നോട്ടെ റബ്ബേ, ചോര വന്നോട്ടെ. പറഞ്ഞത് പരമാർത്ഥം. ആ മുറിവിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പരിപാലിക്കാനെന്ന് മദീനയിലുള്ള ഒരു ഡോക്ടറുണ്ട്. അതൊരു സ്വഹാബിയത്താണ്. മെഡിസിന് പഠിക്കുന്ന പെൺകുട്ടികളെ, നിങ്ങൾക്ക് അഭിമാനിയായ ഒരു സഹോദരി, ഈ ഉമ്മത്തിന്റെ മാതൃകയായ ഒരു പെണ്ണ്, ഒരു സ്വഹാബിയത്തായ വനിത മെഡിസിൻ പഠിച്ചിട്ടുണ്ടെന്ന്. അവരാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചികിത്സയുടെ കാര്യം ഏറ്റെടുത്തത്. ആ മഹദിയുടെ പേരാണ് റഫീദ റളിയല്ലാഹു അൻഹാ. റഫീദ അസ്സുഹാബിയത്തു തബീബ. അവരെ ഡോക്ടറാണ്, ഫിസിഷ്യനാണ്. മഹദി സ്വഹാബിയത്താണ് റഫീദ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ റഫീദ ബീവിയോട് ചെന്ന് ചോദിക്കും, റഫീദ, എങ്ങനെയുണ്ട് നിങ്ങളുടെ പേഷ്യന്റ് എന്ന്? എങ്ങനെയുണ്ട് നബിയേ? ഇഷ്തദ്ദ ബിഹിൽ വജഅ, രോഗം ഇച്ചിരി സീരിയസ് ആണ്, സുഖമാവുമെന്ന് തോന്നുന്നില്ല നബിയെ, ഞങ്ങളുടെ മെഡിസിൻ ഒന്നും ഫലിക്കുന്നില്ല. റഫീദ റളിയല്ലാഹു അൻഹയുടെ കാഴ്ചപ്പാടിൽ സഅദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നേരമായി. നബി തങ്ങൾ പറഞ്ഞു വിട്ടു, ബനു അബ്ദുൽ അഷ്ഹലിലേക്ക് പറഞ്ഞേക്കണം, സഅദ് എന്നവരെ ഞങ്ങൾ കൊണ്ടുവരികയാണ്. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന വിവരം ഹബീബിനെ അറിയിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആകാശ ലോകത്ത് നിന്ന് നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം
അവര് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, മൻ ഹാദല്ലദീ ഖദ് മാത മിൻ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മത്തികളിൽ ഇന്ന് മരണപ്പെട്ട ആൾ ആരാണ് നബിയെ? ആരാണെന്ന് മരണപ്പെട്ടത്? ലഖദ് നസല ഇലൽ അർദ് 70,000 മലക്കിൻ മാ നസലു ഇലൽ അർദ് ഖബ്ല യൗമിഹിം ഹാദാ ലിതശ്യീഇഹി. ഇതിനു മുമ്പ് ഒരാളുടെ പേരിലും ഇറങ്ങാത്ത, മുമ്പൊരിക്കലും ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്ത 70,000 മാലാഖമാർ നബിയെ ആ ഒരു സ്വഹാബിയുടെ മയ്യത്ത് ജനാസ കർമ്മങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ആരാണാവോ അത് എന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. സ്വഹീഹായ ഹദീസാണത്. അല്ലാഹുവിന്റെ ഹബീബിന് അറിഞ്ഞു അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. നബിയേ, സിദ്ഖും ഫിൽ ഹർബ്, യുദ്ധം വന്നാൽ പിന്തിരിഞ്ഞോടില്ല നബിയേ. വസിദ്ഖുൻ ഇൻദൽ ലിഖാ, എന്ത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും നബിയേ അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ സഅദാണ് ലോകത്തോട് വിട പറയുന്നത് റളിയല്ലാഹു തആല അൻ. ഹബീബും കൂടെയുള്ളവരും ഓടുകയായി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഏറ്റെടുക്കാൻ ഓടുകയായി. ആ ഓടുന്ന ഓട്ടത്തിൽ നബിതങ്ങൾ ധൃതി പിടിച്ച് നടക്കുന്നത് കണ്ടപ്പോ നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, നബിയേ തഅബിനാ മിൻ ഹാദാ സൈർ, ഈ യാത്ര കൊണ്ട് ഞങ്ങൾ തകർന്നു പോയി നബിയേ, തളർന്നു പോയി. എന്തിനാ നബിയേ ഈ ഓട്ടം? എങ്ങോട്ടാണ് നബിയേ ധൃതി പിടിച്ചു പോകുന്നത്? അഖാഫു അൻ തസ്ബിഖനാ ഇലൈഹിൽ മലായിക ഫതഗ്സിലഹു കമാ ഗസലത് ഹൻദല റളിയല്ലാഹു അൻഹുവിനെ അന്ന് സ്വന്തം ഭാര്യയോടൊപ്പം മധുവിതുരാവിൽ സ്വന്തം കുടുംബത്തോടൊപ്പം കഴിയുന്ന നേരം അള്ളാഹുവിന്റെ യുദ്ധത്തിന്റെ വിളിയാളമുണ്ടായപ്പോ യുദ്ധക്കളത്തിലേക്ക് ജനാബത്തെന്ന നിർബന്ധമായ കുളി പോലും കുളിക്കാൻ നേരമില്ലാതെ ഓടി വന്ന ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മാലാഖമാർ മരുഭൂമിയിൽ വെച്ച് കുളിപ്പിച്ച പോലെ ഈ സഅദ് ഇബ്നു മുആദ് എന്നവരെ അവർ കുളിപ്പിക്കുമോ എന്ന് എനിക്ക് പേടിയാവുന്നു. അതുകൊണ്ട് അവരെത്തുന്നതിന് മുമ്പ് നമ്മളെത്തണം. അതുകൊണ്ടാണ് ധൃതി പിടിച്ചുള്ള ഓട്ടം. അങ്ങനെ ഓടി ചെന്നുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു മുആദ് എന്നവരുടെ ജനാസ ഏറ്റെടുക്കുന്നത്. സഅദ് തങ്ങളുടെ ഉമ്മ കരയുന്നുണ്ടവിടെ. മുത്തനബി തങ്ങൾ ഒരിക്കലേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, കുല്ലു നായിഹത്തിൻ കാദിബ ഇല്ലാ നായിഹത്തു സഅദ്. മരണപ്പെട്ട വീട്ടിൽ നിലവിളിച്ച് നഷ്ടമേ, എന്റെ നഷ്ടമേ എന്ന് വിളിച്ചു പറയുന്ന ഏതൊരു പെണ്ണും നുണയാണ് പറയുന്നത്. എന്നാൽ സഅദിന്റെ ഉമ്മയുടെ കരച്ചിൽ മാത്രം സത്യമാണ്, സഅദിന്റെ ഉമ്മയുടെ കരച്ചിൽ സത്യസന്ധമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അർശർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലായ അർശ് പോലും വിറച്ചു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. ഫറഹം ബിമൗതി സഅദിൻ, സഅദ് എന്നവരുടെ മരണത്തിൽ ആനന്ദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അർശും കിടുകിടാ വിറച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓർക്കണേ, 5 വർഷത്തിൽ താഴെ മാത്രമാണ് ഹബീബിന്റെ കൂടെ ഈ സ്വഹാബി കഴിഞ്ഞുകൂടിയത്. 5 വർഷത്തിൽ താഴെ. അപ്പോഴേക്കും അള്ളാഹുവിന്റെ അർശ് കിടുകിടാ വിറക്കുമാർ സഅദ് റളിയല്ലാഹു അൻഹു ആകാശലോകത്തെ മാലാഖമാരുടെ 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ജനാസ കൊണ്ടുപോകുമ്പോ മുനാഫിഖീങ്ങൾ പറഞ്ഞുപോയിന്. മുനാഫിഖീങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, ഈ മയ്യിത്ത് എന്തേ കനമില്ലാത്തത്, ഈ മയ്യിത്തിനെന്തേ ഭാരമില്ലാത്തത്? നബി തങ്ങൾ മറുപടി കൊടുത്തു, മുനാഫിക്കുകളെ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ ചുമന്നു കൊണ്ടുപോകുന്ന ജനാസ പിടിക്കുന്നത് മാലാഖമാരാണ്. ആ ജനാസ പിടിക്കുന്നത് മാലാഖമാരാണ്. മലക്കുകൾ പിടിക്കുന്ന ജനാസക്ക് പിന്നെ മനുഷ്യർക്ക് ഭാരം തോന്നുമോ? അത്രക്കുമേൽ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ മുമ്പിൽ സത്യസന്ധത പാലിച്ച സ്വഹാബി, അള്ളാഹുവിനോട് വാക്ക് കൊടുത്ത സ്വഹാബി. ആ വാക്കാണ് ഹബീബിനോട് പാലിച്ചിരിക്കുന്നത്. ഹബീബായ നബിയെ, ബിസ്മില്ലാഹ് അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ومنهم من عاهد الله لئن آتانا من فضله لنصدقن
لنصدقن ولنكونن من الصالحين فلما آتاهم من فضله بخلوا به وتولوا وهم معرضون فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوا وبما كانوا يكذبون. അള്ളാഹുവിന്റെ നാമം വെച്ച് സത്യം വെച്ചുകൊണ്ട് പറഞ്ഞ ചില ആളുകളുണ്ട്, ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, ഞങ്ങൾ പിന്മാറുകയില്ല, ഞങ്ങൾ ദീനിനെ ത്യാഗം ചെയ്യാൻ വന്നവരാണെന്ന് പറയുകയും എന്നാൽ ഒരു വിഷയം, ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്ത നുണ പറഞ്ഞു മാറിയവരെ പോലെയല്ല മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. വമിൻഹും മൻ ആഹദല്ലാഹ്, അള്ളാഹുവിനോട് വാക്ക് കൊടുക്കുകയും ആ വാക്ക് പാലിക്കുകയും ചെയ്തവരിൽ സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ സത്യസന്ധതയാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? മുത്തുനബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നുവല്ലോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറകൽ മിറാ വഇൻ കാന മുഹിഖാ. അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറകൽ മിറാ വഇൻ കാന മുഹിഖാ. സ്വർഗ്ഗത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ, സ്വർഗ്ഗത്തിന്റെ വളരെ അടുത്ത പ്രദേശങ്ങളിൽ ഞാനൊരു വീട് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ലിമൻ തറകൽ മിറാ വഇൻ കാന മുഹിഖാ. നിങ്ങളുടെ ആശയം സത്യമാണെങ്കിൽ തന്നെയും തർക്കിക്കാൻ പോകാത്തവർക്ക് സ്വർഗ്ഗത്തിൽ വീടുണ്ടെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കിക്കുന്ന കാലമാണത്. ഉള്ളതിനും ഇല്ലാത്തതിനും തർക്കം, ഗൗരവമുള്ളതിനും ഇല്ലാത്തതിനും തർക്കം. തർക്കമല്ലാതെ മറ്റെന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കിടക്കുന്നത്? അനാവശ്യമായ തർക്കമല്ലാതെ ഒരു നന്മ പഠിക്കാനോ പഠിപ്പിക്കാനോ അവസരമില്ലാതെ തർക്കവും തർക്കത്തിനുമേൽ തർക്കവും. അവരോടാണ് സൂചിപ്പിക്കുന്നത്, ഹബീബിന്റെ ഹദീസ് ഓർത്തു നോക്കണമേ. അള്ളാഹുവിന്റെ ഹബീബ് വാക്ക് തന്ന ഒരു നന്മയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ പരിസരങ്ങളിൽ, പ്രാന്തപ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീട് വാങ്ങിച്ചു തരാം, നിങ്ങൾ തർക്കിക്കാതിരുന്നാൽ. വഇൻ കാന മുഹിഖാ, നിങ്ങളുടെ ഭാഗം തന്നെയാണ് ശരി, എന്നിട്ട് പോലും നിങ്ങൾ തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ, സംവദിക്കാതിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ തർക്കങ്ങളിലേക്ക് പോകാതിരുന്നാൽ ഒരു വീട് ഫീ റബദിൽ ജന്ന. ഇനി സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് വേണോ? സത്യസന്ധതയാണ് നബി തങ്ങൾ പറഞ്ഞത്. വഅന സഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരാം. ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിഹാ. തമാശ പറയുകയാണെങ്കിൽ പോലും നുണ പറയാതിരിക്കുന്നവർക്ക്, തമാശയിൽ പോലും നുണ പറയാത്തവർ. പിന്നെയുണ്ടോ കാര്യത്തിൽ നുണ പറയുന്നത്? പറഞ്ഞ നുണയെ ന്യായീകരിക്കാൻ വീണ്ടും നുണ പറയുന്നത്, നുണ പച്ചയിൽ പറയുന്നത്, ഒച്ചക്ക് പറയുന്നത്, മൈക്കിൽ പറയുന്നത്, ചാനലുകാരോട് പറയുന്നത്, പത്രക്കാരോട് പറയുന്നത്. ലിമൻ തറകൽ കദിബ. നുണ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? എങ്കിൽ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഞാൻ വീട് തരാം. ഇനി ഹബീബ് ഒരു കാര്യം കൂടെ പറഞ്ഞു, വഅന സഈമുൻ ബിബൈതിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസന ഖുലുഖു. സ്വഭാവം നന്നാവുകയാണെങ്കിൽ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വീട് തരാം. ഞാൻ അതിന് ഗ്യാരണ്ടിയാണ്, ഞാൻ അതിന് നിങ്ങൾക്ക് കഫീലാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സത്യസന്ധത നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇന്നഹാ സയഅതി അലന്നാസി സിനൂന ഖദ്ദാഅ. വഞ്ചിക്കുന്ന വർഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. വഞ്ചന മാത്രം നടക്കുന്ന കാലം, ഫ്രോഡുകൾ രംഗത്തിറങ്ങുന്ന കാലം, തട്ടിപ്പുകൾ വ്യാപകമാകുന്ന കാലം വരാനുണ്ട്. സിനൂന ഖദ്ദാഅ യുസദ്ദഖു ഫീഹൽ കാദിബു. നുണ പറയുന്ന ആൾ അള്ളാഹുവിന്റെ നാമം വെച്ച് ആണയിട്ട് പച്ച നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കാലം. യുസദ്ദഖു ഫീഹൽ കാദിബ്.
നുണ പറയുന്നവൻ സത്യമാണ് പറയുന്നതെന്നും വയുകദ്ദബു ഫീഹ സ്വാദിഖു, എന്നാൽ സത്യസന്ധമായി ജീവിക്കുകയും സത്യം പറയുകയും ചെയ്യുമ്പോൾ അത് നുണയാണെന്ന് പറയുന്ന കാലം വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. വയുഅ്തമനു ഫീഹൽ ഖായിൻ, ഫ്രോഡുകൾ വിശ്വസിക്കപ്പെടുന്ന കാലം, തട്ടിപ്പ് നടത്തുന്ന ആളുകളെ വിശ്വസിക്കുകയും വയുഖവ്വനു ഫീഹൽ അമീൻ, സത്യസന്ധന്മാരായി നടക്കുന്ന ആളുകൾ വഞ്ചകന്മാരാണ് വിശ്വസിക്കപ്പെടുന്ന കാലം. ആ കാലം വരികയും വയുകല്ലിമു ഫീഹ റുവൈബിള, ആ കാലഘട്ടങ്ങളിൽ വയൻചിഖു ഫീഹ റുവൈബിള, ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കാൻ റുവൈബിളത്തുകൾ മുന്നോട്ട് വരും. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ വമർ റുവൈബിള, ആരെയാണ് അങ്ങ് റുവൈബിള എന്നുദ്ദേശിച്ചത്? അവരായിരിക്കും ഇസ്ലാമിന്റെ പേരിൽ പ്രസ്താവനകൾ ഇറക്കുന്നത്, അവരായിരിക്കും ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ആരാണ് നബിയെ അത്? അസ്സഫീഹു യതകല്ലമു ഫീ അംറിൽ ആമ്മ, ദീൻ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, ഉലമാഇന്റെ കൂടെ അദബോടുകൂടെ വർഷങ്ങൾ ഇൽമ പഠിക്കാൻ ചെലവഴിച്ചിട്ടില്ലാത്ത ആളുകൾ, എന്തെങ്കിലും വാറോലകൾ വായിച്ചു വന്നിട്ട് അതിന്റെ പേരിൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ മൊത്തം ശബ്ദമായി സംസാരിക്കുന്ന റുവൈബിളത്തുകൾ വരുന്ന കാലം, അത് വ്യാപകമാകുന്ന കാലം. ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ആർക്കും ശബ്ദം റെക്കോർഡ് ചെയ്തു വിടാം, ആർക്കും തന്റെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാം. എന്നാൽ അത് ഇസ്ലാമിൻ്റെതാണെന്ന് വരുന്ന രീതിയിൽ റുവൈബിളത്തുകൾ, ഒരു വിവരവുമില്ലാത്ത ആളുകൾ, മുതഅല്ലിമീങ്ങളായിട്ട് പോലും 2 കൊല്ലമോ 3 കൊല്ലമോ ഒരു ഗുരുനാഥന്റെ കീഴിൽ പോയി ഇൽമു പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, കണ്ടതും കേട്ടതും മാത്രം ഉലമാഇന്റെ കൂടെ നിന്ന് അദബോടുകൂടെ ഇൽമ പഠിക്കാത്ത ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കുന്ന കാലം വരും. ഇന്നാസിനൂന ഖദ്ദാഅ, വഞ്ചനയുടെ വർഷങ്ങളായിരിക്കും അത്. നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സത്യസന്ധരായി ജീവിക്കണേ, എന്റെ ഉമ്മത്തപ്പോഴും സത്യസന്ധരായി നിലകൊള്ളണേ, നിങ്ങൾ ഈമാനോടൊപ്പം സത്യസന്ധത നിങ്ങൾ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയല്ലോ ദുആ ചെയ്തത്, നമ്മുടെ ഹബീബിന്റെ ദുആയല്ലേ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത്. വഖുൽ, പറയുക നബിയേ, റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖ് വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. പറയുക നബിയേ, അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ, ഞാൻ പ്രവേശിക്കുന്ന ഇടം സത്യസന്ധതയുടെ ഇടമാക്കി തരേണമേ. കയറി ചെല്ലുന്നത് സത്യസന്ധതയ്ക്ക് വേണ്ടി, നമ്മൾ ചെല്ലുന്നിടത്ത്, പ്രവേശിക്കുന്നിടത്ത്, ഇടപെടുന്നിടത്ത് സത്യസന്ധത. വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സത്യസന്ധതയ്ക്ക് വേണ്ടി, സത്യം ചെയ്യാൻ, സത്യം പ്രവർത്തിക്കാൻ, സത്യസന്ധതയോടുകൂടെ പെരുമാറാൻ. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ, അല്ലാഹുവേ, നിന്നിൽ നിന്നും അദമ്യമായ സഹായവും കഴിവും സുൽത്താനും നീ എനിക്ക് നൽകണമേ റബ്ബേ എന്ന് ഹബീബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു തആല നമ്മളെ പുറപ്പെട്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുഖ്റജ സുദ്ഖാക്കി തരട്ടെ. ഇനി വീട്ടിലേക്ക്, നമ്മുടെ ഇടങ്ങളിലേക്ക് കയറി ചെല്ലുന്നത് മുദ്ഖല സുദ്ഖാക്കി അല്ലാഹു മാറ്റി തരട്ടെ. വജ്അൽ ലനാ മിൻ ലദുൻക സുൽത്താനൻ നസീറാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് സഹായിയായി, ഞങ്ങളുടെ കൈപിടിക്കാൻ, ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കാൻ, ഞങ്ങളെ തിന്മയിൽ നിന്ന് നിന്റെ മഹബ്ബത്തിലേക്ക് കൊണ്ടുവരാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം തമ്പുരാനേ എന്ന് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച പോലെ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ആദ്യത്തെ പുറപ്പാടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടത്. റബ്ബി അഖ്രിജ്നി റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ. ഹബീബായ നബി ഏതൊരു നാട്ടിലേക്കാണോ കയറി ചെന്നത് അത് സത്യസന്ധതയുടെ കയറി ചെല്ലലായിരുന്നു. കയറി ചെന്നത് ഇലാ മദീനത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ മദീനയിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ കയറി ചെന്നത് സത്യസന്ധതയുടെ കയറ്റമാണ്. അപ്പോഴല്ലേ ആദ്യം പറഞ്ഞ ഒരു ഹദീസ്, അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണേ, സമാധാനം പ്രചരിപ്പിക്കണേ, അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണേ. അത്ഇമുത്ത്വാം, ഭക്ഷണം കൊടുക്കണേ. സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർത്തണേ.
സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ കടക്കാൻ കഴിയും. അപ്പോഴാണല്ലോ മദീനയിലെ ഏറ്റവും വലിയ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ഹബീബിനെ കണ്ടപാടെ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, ലമ്മാ നളർതു ഇലൈഹി, ഞാൻ ഹബീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ അലിംതു, എനിക്ക് ബോധ്യപ്പെട്ടു, അന്നഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ അലല്ലാഹ്, ഇത് അള്ളാന്റെ പേര് പറഞ്ഞ് നുണ പറയുന്ന ആളല്ല എന്ന് ഹബീബിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആര് പറഞ്ഞു? സഈമുൽ യഹൂദ്, ജൂതന്മാരുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്ന ആദ്യത്തെ ദിവസം, മദീനയിലേക്ക് കടന്നു വന്ന ആദ്യ ദിവസമാണത്. ഹബീബിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖം വിളിച്ചു പറയുന്നുണ്ട്, ഇത് നുണ പറയുന്ന ആളല്ല, ഇത് സത്യസന്ധതയുടെ ആളാണ്. കള്ളന്മാരെ മുഖത്ത് നോക്കി കാണാൻ കഴിയുന്ന ഫിറാസത്ത് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകാറുണ്ട്. ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് സഈമുൽ യഹൂദ്, ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഞാൻ ആ ഹബീബിനെ കണ്ടതും കേട്ടതും ആദ്യം പറഞ്ഞതുമെല്ലാം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ ഞാൻ അന്ധാളിച്ചു നിന്നില്ല, താമസിച്ചില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആദ്യത്തെ ദിവസം മദീനയിലേക്ക് വന്ന ഒന്നാമത്തെ മെമ്പർഷിപ്പ്, ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഭാഗ്യം ജൂതന്മാരിൽ നിന്ന് കിട്ടിയത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്. കയറി ചെന്നത് അല്ലാഹുവിന് വേണ്ടിയല്ലേ? ആ പ്രവേശനം അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. അതിലൂടെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർക്ക് അല്ലാഹു അവസരം കൊടുക്കുന്നു. ഹബീബ് പുറപ്പെട്ടതോ ബദറിലേക്കുള്ള പുറപ്പാട്. ആ പുറപ്പാടും അല്ലാഹുവിന് വേണ്ടിയായിരുന്നല്ലോ ഹബീബ് പുറപ്പെട്ടത്. അവിടെ കളവിന് വേണ്ടി പുറപ്പെട്ട അബൂജഹലുണ്ട്. ആളുകൾ പറഞ്ഞു, അബൂജഹലെ, നിങ്ങളുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തിനാണ് നിങ്ങൾ മുഹമ്മദ് നബിയുടെ പിന്നാലെ കൂടുന്നത്? അവര് രക്ഷപ്പെട്ടില്ലേ? നിങ്ങളുടെ സമ്പത്തുകൾ രക്ഷപ്പെട്ടില്ലേ? അബൂജഹൽ പറഞ്ഞു, പറ്റില്ല. ലാ വല്ലാഹ് വല്ലാഹി ലാ നഊദു വലാ നർജ, നമ്മൾ പിന്തിരിയാൻ പോകുന്നില്ല. ഹത്താ നംകുസ ബിബദർ സലാസത അയ്യാം, 3 ദിവസം നമ്മൾ ബദറിൽ കള്ളു കുടിക്കുകയും മ്യൂസിക് പ്രവർത്തിപ്പിക്കുകയും മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും കള്ളു കുടിക്കുകയും ചെയ്യാതെ ഇനി നമ്മൾ ബദറിന് തിരിച്ചു പോവില്ല. അങ്ങനെ ഫതസ്മഉ ബിനൽ അറബ് ഫതഹാബുന, അറബികൾ നമ്മളെ പറ്റി കേട്ടിട്ട് നമ്മളെ പേടിക്കണം, അല്ലാതെ തിരിച്ചു പോക്കില്ല. അബൂജഹൽ വന്നത് അങ്ങനെ. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഹബീബായ നബി തങ്ങൾ പുറപ്പെടുകയും ആ ബദറിൽ അല്ലാഹു വിജയം നൽകിയില്ലയോ? ഫിസായെ ബദർ പൈദാ കർ ഫരിശ്തേ തെരി നുസ്രത് കോ ഉത്തർ സക്തേ ഹൈ ഗർദൂൻ സേ ഖതാർ അന്തർ ഖതാർ. അല്ലാഹുവിന്റെ മാലാഖമാർ അവതരിച്ചല്ലോ ബദറിൽ. മാലാഖമാർ വന്നില്ലേ ഹബീബിനെ സഹായിക്കാൻ? മാലാഖമാരാൽ 313ഓളം വരുന്ന ചെറുസംഘം. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബതു ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. ഈ ചെറുസംഘം നശിച്ചു പോവുകയാണെങ്കിൽ അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ദുആ ചെയ്തില്ലേ? പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചുവല്ലോ. ഹബീബ് പോയതങ്ങനെ. ഹബീബായ തങ്ങൾ പുറപ്പെട്ടതും അല്ലാഹുവിന് വേണ്ടി. ഇതുകൊണ്ടാണ് റബ്ബിനോട് ദുആ ചെയ്യണേ. ചെല്ലുന്നിടത്ത് സത്യസന്ധന്മാർ, നമ്മൾ കയറിക്കൂടുന്ന സംഘടന സത്യസന്ധതയുടെ ആളുകൾ, നുണ പറയാത്ത ആളുകളാവണം. നമ്മൾ ഇടപെടുന്ന സ്ഥാപനം സത്യസന്ധതയുടേത്. നമ്മുടെ വീടുകളിൽ നുണ പറയുന്നവരുണ്ടാവല്ലേ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ കളവുണ്ടാവല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ ഈ ചോദ്യത്തിന് മറുപടിയായി, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മുഖ്റജ സുദ്ഖിൻ വ മുദ്ഖല സുദ്ഖിൻ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.